ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചസ് അക്കാഡമി. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ 130ാമത്തെ ക്ലാസ്സാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2047 ആകുമ്പോഴേക്കും സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ മധ്യപ്രദേശ്. ആൻസർ മധ്യപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 2, 2023 അടയാളം എൻ്റെ ആധാർ പദ്ധതിക്കുള്ള തുടക്കം കുറിച്ച ജില്ല. 2023 അടയാളം എൻ്റെ ആധാർ പദ്ധതിക്കുള്ള തുടക്കം കുറിച്ച ജില്ല ഏതാണ്? ആൻസർ കണ്ണൂർ ജില്ല. ആൻസർ കണ്ണൂർ ജില്ല. 3, സംസ്ഥാന സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ്? സംസ്ഥാന സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ്? ആൻസർ മെയ് 17. ആൻസർ മെയ് 17 കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 4, കറുപ്പും വെളുപ്പും മായവർണ്ണങ്ങളും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കറുപ്പും വെളുപ്പും മായവർണ്ണങ്ങളും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ ശ്രീകുമാരൻ തമ്പി. ആൻസർ ശ്രീകുമാരൻ തമ്പി. 5, ഭൂമിയിൽ നിന്ന് എത്ര ലക്ഷം കിലോമീറ്റർ അകലെയാണ് ആദിത്യ L1ൻ്റെ ഭ്രമണപഥം? ആൻസർ 15 ലക്ഷം കിലോമീറ്റർ അകലെ. ആൻസർ 15 ലക്ഷം കിലോമീറ്റർ അകലെ. 6, 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ യോൺ ഫോസെയുടെ ആദ്യ നോവൽ ഏതാണ്? ആൻസർ റെഡ് ബ്ലാക്ക്. ആൻസർ റെഡ് ബ്ലാക്ക്. 7th ക്വസ്റ്റ്യൻ, ഗാർഹിക തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിച്ച് നിയമപരമായ ഇളവ് നൽകുന്നതിനുള്ള ബില്ലിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം ഏത്? ആൻസർ കേരളം. ആൻസർ കേരളം. 8ാമത്തെ ക്വസ്റ്റ്യൻ, 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ആൻസർ ബ്രസീൽ. 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദി ബ്രസീൽ. 9, കേരളത്തിൽ ഓട് കൈത്തറി മ്യൂസിയം നിലവിൽ വന്നത് എവിടെ? കേരളത്തിൽ ഓട് കൈത്തറി മ്യൂസിയം നിലവിൽ വന്നത് എവിടെ? ആൻസർ പയ്യാമ്പലം. കേരളത്തിൽ ഓട് കൈത്തറി മ്യൂസിയം നിലവിൽ വന്നത് പയ്യാമ്പലം. 10ാമത്തെ ക്വസ്റ്റ്യൻ, പ്രഥമ സ്കൂൾ വിദ്യാഭ്യാസ കോൺഗ്രസിൻ്റെ വേദി ഏതാണ്? പ്രഥമ സ്കൂൾ വിദ്യാഭ്യാസ കോൺഗ്രസിൻ്റെ വേദി ഏതാണ്? ആൻസർ തിരുവനന്തപുരം. ആൻസർ തിരുവനന്തപുരം. 11, തുർക്കിയിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടപ്പിലാക്കിയ ദൗത്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്പറേഷൻ ദോസ്ത്. ആൻസർ ഓപ്പറേഷൻ ദോസ്ത്. 12, പരം കാംരൂപ എന്ന സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ച IIT ഏതാണ്? ആൻസർ ഗുവാഹത്തി IIT. ആൻസർ ഗുവാഹത്തി IIT. 13, ഇന്ത്യ വേദിയായ ഫിഫ അണ്ടർ-17 വനിതാ ലോകകപ്പിൽ ജേതാക്കളായത് ആരാണ്? ആൻസർ സ്പെയിൻ. ആൻസർ ഓപ്ഷൻ 2 സ്പെയിൻ. 14, 2022 90ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ സേനാ വിഭാഗം ഏതാണ്?
ആൻസർ വ്യോമസേന. ആൻസർ ഓപ്ഷൻ 3 വ്യോമസേന. 15 കേരള നിയമസഭയുടെ എത്രാമത്തെ സ്പീക്കറാണ് എൻ ഷംസീർ? കേരള നിയമസഭയുടെ എത്രാമത്തെ സ്പീക്കറാണ് എൻ ഷംസീർ? ആൻസർ 24-മത്തെ. ആൻസർ 24-മത്തെ. 16 ശാസ്ത്രജ്ഞർക്കായി ഇന്ത്യ വിഭാവനം ചെയ്യുന്ന നോബൽ മാതൃകയിലുള്ള പുരസ്കാരം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 വിജ്ഞാൻ രത്ന. ആൻസർ ഓപ്ഷൻ 4 വിജ്ഞാൻ രത്ന. 17 സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ നടപടികൾ ചരിത്രത്തിലാദ്യമായി ലൈവ് സ്ട്രീമിംഗ് വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയ ദിവസം? ആൻസർ 2022 സെപ്റ്റംബർ 27. ആൻസർ 2022 സെപ്റ്റംബർ 27. 18 ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ആൻസർ ചെന്നൈ. ആൻസർ ഓപ്ഷൻ 3 ചെന്നൈ. 19 2023 ഉത്തരവാദ ടൂറിസം ഗ്ലോബൽ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏത്? 2023 ഉത്തരവാദ ടൂറിസം ഗ്ലോബൽ പുരസ്കാരം നേടിയ സംസ്ഥാനം? ആൻസർ കേരളം. ആൻസർ ഓപ്ഷൻ 1 കേരളം. 20 പ്രഭുക്കന്മാർ പൊരുതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും എന്നത് ഏത് വിപ്ലവത്തെ സ്വാധീനിച്ച പ്രസ്താവനയാണ്? ആൻസർ ഫ്രഞ്ച് വിപ്ലവം. ആൻസർ ഫ്രഞ്ച് വിപ്ലവം. 21 പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ആൻസർ ഗാന്ധിജി. ആൻസർ ഓപ്ഷൻ 2 ഗാന്ധിജി. 22 തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മണ്ണിനം അല്ലാത്തത് ഏതാണ്? ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്? ആൻസർ ഓപ്ഷൻ 3 എക്കൽ മണ്ണ്. ആൻസർ ഓപ്ഷൻ 3 എക്കൽ മണ്ണ്. 23 താപ്തി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? താപ്തി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആൻസർ മുൾത്തായ് പീഠഭൂമി. താപ്തി നദിയുടെ ഉത്ഭവസ്ഥാനം. ആൻസർ മുൾത്തായ് പീഠഭൂമി. 24 ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ എം വിശ്വേശ്വരയ്യ. ആൻസർ എം വിശ്വേശ്വരയ്യ. 25 സമ്പദ് വ്യവസ്ഥയുടെ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 1 വ്യവസായം, 2 ബിസിനസ്, 3 വൈദ്യുതി ഉൽപ്പാദനം, 4 കെട്ടിട നിർമ്മാണം? ആൻസർ ഓപ്ഷൻ 2 ബിസിനസ്. ആൻസർ ഓപ്ഷൻ 2 ബിസിനസ്. 26 ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയും ഉള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് പ്രസ്താവിച്ച നേതാവ് ആരാണ്? ആൻസർ മഹാത്മാഗാന്ധി. ആൻസർ മഹാത്മാഗാന്ധി. 27 ഇന്ത്യയിൽ ദാരിദ്ര്യത്തെ ശാസ്ത്രീയമായി തിട്ടപ്പെടുത്തുവാൻ ആദ്യമായി ശ്രമിച്ച ദേശീയ പ്രസ്ഥാന നേതാവ് ആരാണ്? ആൻസർ ദാദാഭായ് നവറോജി. ആൻസർ ദാദാഭായ് നവറോജി. 28 ഇന്ത്യയിൽ ഏറ്റവും താഴെ തട്ടിലുള്ള സിവിൽ കോടതി ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും താഴെ തട്ടിൽ ഉള്ള സിവിൽ കോടതി ഏതാണ്? ആൻസർ മുൻസിഫ് കോടതി. ആൻസർ മുൻസിഫ് കോടതി. 29 സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളുടെ എണ്ണം എത്രയാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളുടെ എണ്ണം എത്രയാണ്?
ആൻസർ 61. സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളുടെ എണ്ണം 61. 30. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതെല്ലാമാണ്? ആൻസർ 5 മുതൽ 11 വരെ. ആൻസർ 5 മുതൽ 11 വരെ. 31. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? ആൻസർ 4-ാം ഭാഗം. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 4-ാം ഭാഗത്തിലാണ്. 32. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏതാണ്? ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏതാണ്? ആൻസർ ടയലിൻ. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ടയലിൻ. 33. മനുഷ്യഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത്? മനുഷ്യഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോഴാണ് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത്? ആൻസർ 22 ദിവസം. ആൻസർ 22 ദിവസം പ്രായമാകുമ്പോൾ. 34. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് ശേഖരിച്ചു വച്ചിരിക്കുന്ന അവയവം? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് ശേഖരിച്ചു വച്ചിരിക്കുന്ന അവയവം ഏതാണ്? ആൻസർ കരൾ. ആൻസർ കരളിലാണ് ശേഖരിച്ചു വച്ചിരിക്കുന്നത്. 35. രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ എഡ്വേർഡ് ജെന്നർ. ആൻസർ എഡ്വേർഡ് ജെന്നർ ആണ് രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ്. 36. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏതാണ്? ആൻസർ അവഗാഡ്രോ നിയമം. ആൻസർ അവഗാഡ്രോ നിയമം. 37. രാജ്യാന്തര ആവർത്തന പട്ടിക ദിനമായി ആചരിച്ച വർഷം? രാജ്യാന്തര ആവർത്തന പട്ടിക ദിനമായി ആചരിച്ച വർഷം? ആൻസർ 2019. ആൻസർ 2019. 38. വായുവിൽ പ്രതിധ്വനി കേൾക്കാനുള്ള പ്രതിഫലന തലത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ആൻസർ 17 മീറ്റർ. ആൻസർ 17 മീറ്റർ. 39. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ എന്ന് പറയുന്നത്? എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ എന്ന് പറയുന്നത്? ആൻസർ -273 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ -273 ഡിഗ്രി സെൽഷ്യസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40. ചാവറ പാറുക്കുട്ടിയമ്മ ഏതു രംഗത്തെ പ്രശസ്ത കലാകാരിയായിരുന്നു? ചാവറ പാറുക്കുട്ടിയമ്മ ഏതു രംഗത്തെ പ്രശസ്ത കലാകാരിയായിരുന്നു? ആൻസർ കഥകളി. ആൻസർ കഥകളി. താങ്ക് യു.